ഹായ്, ഒരിക്കൽ കൂടി CC ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആകാൻ വേണ്ടിയുള്ള 5 സീക്രട്ട് സ്റ്റെപ്പുകളെ കുറിച്ചാണ്. നമുക്കറിയാം, പലരും ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാറുണ്ട്, എന്നാൽ ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം പണം ഉണ്ടാക്കുന്നവരെക്കാൾ എണ്ണം കുറവാണ് ഒരു വെൽത്ത് ക്രിയേഷൻ ചെയ്യുന്നവരുണ്ട്. ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അപ്പ് ആകുമ്പോഴും ഡൗൺ ആകുമ്പോഴും ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു. അപ്പൊ എന്തെല്ലാം സ്റ്റെപ്സുകൾ നമ്മൾ എടുക്കണം ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ആകാൻ എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, നമുക്കൊരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ക്ലിയർ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടാകണം എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഒരു റിട്ടയർമെന്റ്, വെൽത്ത് ക്രിയേഷൻ, കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹൗസ് പർച്ചേസ്. കാരണം ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉള്ളതുകൊണ്ട് ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം പാതിവഴിയില് ഇൻവെസ്റ്റ്മെന്റ് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തത് റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ മാർക്കറ്റ് അപ്പ് ആയാലും ഡൗൺ ആയാലും റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിന് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. കാരണം ഒരു ചെറിയ തുക മാസം തോറും ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടേമിലേക്ക് വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് അവോയ്ഡ് ഇമോഷണൽ ഡിസിഷൻ എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഒരു ഇമോഷൻസ് ആണ്. കാരണം മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ പല ഇൻവെസ്റ്റേഴ്സും പാനിക് ആകാറുണ്ട്, മാർക്കറ്റ് അപ്പ് ആകുമ്പോൾ ഗ്രീഡി ആവുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റർ, ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം പാനിക്കും ആകുന്നില്ല, അതോടൊപ്പം തന്നെ ഗ്രീഡിയും ആവുന്നില്ല എന്നുള്ളതാണ്. നാലാമത്തത് ലോങ് ടൈം തിങ്കിങ് ആണ്. ഒരു ഓവർനൈറ്റ് കൊണ്ട് ഒരിക്കലും ഒരു വെൽത്ത് ക്രിയേഷൻ സാധ്യമല്ല എന്നുള്ളതാണ്. 5, 10, 15 വർഷം ലോങ് ടൈമിലേക്ക് മാത്രമാണ് നമ്മളുടെ വെൽത്ത് ക്രിയേഷൻ സാധിക്കുന്നതാണ്. ഒരു ടൈമാണ് ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പവർ എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് പോർട്ട്ഫോളിയോ റിവ്യൂ ആണ്. ഒരു ഡിസിപ്ലിൻ ഇൻവെസ്റ്റർ ഇയർലി പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുന്നു. ആ ഫണ്ടിന്റെ പെർഫോമൻസ്, ഗോളിന്റെ പ്രോഗ്രസ്, അതോടൊപ്പം തന്നെ അസറ്റ് അലോക്കേഷൻ. അപ്പൊ ഒരു ഇൻവെസ്റ്റ്മെന്റ് വിജയിക്കുവാൻ വേണ്ടത് ടാലന്റ് അല്ല, ഒരു ഡിസിപ്ലിൻ ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു ഡിസിപ്ലിൻ ആയിട്ടുള്ള ഇൻവെസ്റ്റർ ആകാനും അതോടൊപ്പം വെൽത്ത് ക്രിയേഷൻ സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്തു.